പ്രിയമുള്ളവരെ, 4 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നത്തെ ഇന്ത്യയിൽ വലിയ രൂപത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. എങ്കിലും ചില അത്ഭുതങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന ഒന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയാം. ഇപ്പം കേരളം ചാക്രികമായി ഭരണമാറ്റം സംഭവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഥമദൃഷ്ട്യാ അതിൻ്റെ ചാക്രിക തെരഞ്ഞെടുപ്പുമായി യോജിക്കുന്ന ഒന്നാണ്. എന്നാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നമ്മൾ വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ, പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 40% സീറ്റുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ വോട്ടവകാശമുള്ള സീറ്റുകളാണ്. എന്നിട്ട് കൂടി BJP പശ്ചിമ ബംഗാളിൽ നടത്തിയ മുന്നേറ്റം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ മാറ്റിമറിക്കാൻ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനം, കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷം അധികാരം കൈയാളി 35 വർഷം തുടർച്ചയായി ഭരിച്ച സംസ്ഥാനം, പിന്നീട് 15 വർഷമായി തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്നാണ് BJP സംസ്ഥാനത്തിൻ്റെ അധികാരം കയ്യേറുന്നത്. പശ്ചിമ ബംഗാളിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പരിണാമം എന്നുള്ളത് വളരെ ഉത്കണ്ഠയോടുകൂടി കാണേണ്ട ഒന്നാണ്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭിച്ചിട്ടുള്ളത് സംഘപരിവാർ അല്ലെ BJPക്ക് മാത്രമാണ്. ആസാമിലാണ് ഹിമാന്ത ബിശ്വ ശർമ്മ എന്നുള്ള പഴയ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ BJPയുടെ തീപ്പൊരി, നോർത്ത് ഈസ്റ്റിലെ തീപ്പൊരി നേതാക്കൾ ആയി അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിന് ശക്തമായ രീതിയിൽ ജനവിധി അനുകൂലമായി വന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും തുടർഭരണം കിട്ടുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക്, അതായത് BJPക്ക് മാത്രമാണ്. അതിൻ്റെ പിന്നിലും കൃത്യമായിട്ട് ഗണിക്കാൻ പറ്റുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ പരിണാമങ്ങളും ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ, തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമാണ് TVK എന്നുള്ള വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ചോദ്യം ചെയ്യുന്നത്. അതായത് പ്രത്യക്ഷമായും പരോക്ഷമായും സംഘപരിവാർ രാഷ്ട്രീയത്തെ കൃത്യമായി എതിർക്കുന്ന ദ്രാവിഡ പൊളിറ്റിക്സിനെ ജനങ്ങൾ കൈയൊഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും വളരെ വലിയ രീതിയിൽ ഗണിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പരിണാമം അല്ലെ രാഷ്ട്രീയ മാറ്റമാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ പരാജയമാണ്, ഇടതുപക്ഷത്തിന് വലിയ പരാജയമാണ്. അതിൻ്റെ മൂലകാരണങ്ങൾ പലതുമാവാം. എങ്കിലും ചില കാരണങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വലിയൊരു തലമുറ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ സമര ചരിത്രത്തിൻ്റെ പാരമ്പര്യമോ പൈതൃകമോ അറിവോ ഇതൊന്നും പുതിയ തലമുറയെ പുതിയ വോട്ടിംഗ് കപ്പാസിറ്റിയുള്ള പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രസക്തമല്ല. അവർക്കറിയില്ല പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങളോ ആ സമരങ്ങളിലൂടെ ഉണ്ടായ നേട്ടങ്ങളോ ഇതൊന്നും പുതിയ തലമുറയെ സംബന്ധിച്ചോളം അവന് നേരെ അനുഭവമുള്ള ഒന്നല്ല. അവനെ സംബന്ധിച്ചോളം പുതിയ മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന ആശയ പരിസരമാണ് അവൻ്റെ ബോധത്തെയും തീരുമാനങ്ങളെയും നിർണ്ണയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ആശയവിനിമയ ഉപാധികളെ ആരാണ് മികച്ച പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അവർ നിശ്ചയമായും കേരളത്തിൻ്റെ പുതിയ തലമുറയെ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മൗദൂദിസ്റ്റുകൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ സംഘടന അവരുടെ മാധ്യമങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയങ്ങൾക്ക് വലിയ സ്വാധീനമാണുള്ളത്. ആ സ്വാധീനം തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികൾക്ക് എത്രമാത്രം കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
അവരുടെ വിശ്വാസ പരിസരത്ത്, അവരുടെ എല്ലാ പള്ളികളിലും പള്ളി കമ്മിറ്റികളിലും ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കൃത്യമായിട്ട് എത്തിപ്പെടുന്ന ചില രാഷ്ട്രീയ യുക്തികളുണ്ട്. ആ രാഷ്ട്രീയ യുക്തികളെ നിർമ്മിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭൗതിക കേന്ദ്രങ്ങളാണ്. അതായത് കേരളത്തിലെ വലിയൊരു വിഭാഗം, ഏതാണ്ട് 30% വരുന്ന ഒരു വിഭാഗത്തിലെ ഏതാണ്ട് 10-20% ആൾക്കാരെ ഭരിക്കുന്ന ആശയങ്ങൾ നിർമ്മിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് അത്രമേൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ യുക്തികൾക്കും അവരുടെ ആശയങ്ങൾക്കും അവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തിനും ഈ ഇത്രയും ശതമാനം ആളുകളിൽ അവരുടെ ബോധത്തെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അത് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതികളിൽ കൊണ്ടുവരേണ്ട നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത്യാവശ്യമാണ്. ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടികളും പ്രൊഫഷണൽ മാനേജ്മെന്റ് രൂപത്തിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രൂപത്തിലാണ് ഇന്ന് വിജയിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പേടാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് രാഷ്ട്രീയ അധികാരം കൈയാളാൻ കഴിയുന്നത്. ഇന്നത്തെ ഇന്ത്യയിൽ സംഘപരിവാർ പാർട്ടികൾക്കാണ് അത് സാധിക്കുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലുള്ള തൊഴിലാളി പാർട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഘടന നിർമ്മിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അത് എവിടെയാണ് ആ റിസോഴ്സ്, ഏറ്റവും വലിയ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് എന്ന നിലയ്ക്ക് ആ അർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകരെ പ്രൊഫഷണൽ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് തലത്തിലേക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കരണീയമായ ഒന്നുള്ളത്. അല്ലാതെ ബൂർഷ്വാ പാർട്ടികളെ പോലെ അല്ലെങ്കിൽ മുതലാളി വർഗ വലതുപക്ഷ പാർട്ടികളെ പോലെ അതിന് ഫണ്ട് ചെയ്തുകൊണ്ട് പ്രത്യേക ഏജൻസികളെയൊക്കെ ഏർപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിശ്ചയമായും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാ തൊഴിലാളി വർഗ പാർട്ടികളും ഈ പുതിയ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരിടാണ്. മീഡിയ അറ്റൻഷൻ അവർക്ക് തീരെ ലഭിക്കുന്നില്ല. അതിന് കാരണം ഇതുതന്നെയാണ്. കാരണം ഇതെല്ലാം തന്നെ ഈ മീഡിയാസ് പോലും പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഇടമാണ് നമ്മുടെ ആധുനിക മീഡിയ പരിസരങ്ങളെല്ലാം തന്നെ. നവമാധ്യമങ്ങളാണെങ്കിൽ അതിൻ്റെ ആൽഗോരിതംസ് എല്ലാം നിയന്ത്രിക്കുന്നത് ഈ കുത്തക മുതലാളിത്ത വലതുപക്ഷ താല്പര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇടത് ശബ്ദങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം വളരെ ദുഷ്കരമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചനകൾ നേരായ രീതിയിലുള്ളതല്ല. പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ യുക്തികളെ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ ഓരോ തെരഞ്ഞെടുപ്പും എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും സംഘപരിവാറിന് രാജ്യസഭയിൽ അല്ലെങ്കിൽ BJPക്ക് രാജ്യസഭയിൽ അവരുടെ ഏത് തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള എണ്ണം അംഗസംഖ്യയായിട്ട് വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ TVKക്ക് തമിഴ്നാട്ടിൽ അവർ പിന്തുണയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് ആ ഒരു അംഗസംഖ്യ രാജ്യസഭയിൽ വർദ്ധിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം ഇതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമായ ഒന്നല്ല. നമ്മൾ അനുദിനം പ്രതിസന്ധിയുടെ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ.